ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതായി നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. JCNDSD അഥവാ യേശുക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവമൊഴികളെന്ന വചനപരമ്പരയിൽ വീണ്ടും ഒരു പ്രാവശ്യവും കൂടെ കടന്നു വരുവാൻ എളിയവനെ അനുവദിച്ച ദൈവത്തിന് നന്ദി. ഇങ്ങനെയൊരു അവസരം നൽകിയ ബഹുമാന്യരായ അഡ്മിന്മാർക്കും എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചു അപ്പോസ്തലന്മാരുടെ ഉപദേശം പരിശുദ്ധാത്മാവിലോ അതുപോലെ ദൈവരാജ്യം എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി നാം അല്പമായി ചിന്തിച്ചു. ഇന്ന് നാം ചിന്തിക്കുന്നത് നിത്യജീവൻ, ഇൻറ്റേർണൽ ലൈഫ് എന്നുള്ളതായ വിഷയത്തെ ആധാരമാക്കി അല്പമായി നമുക്ക് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഹീബ്രുവിൽ ഹയി ഓലാം എന്നും ഗ്രീക്കിൽ സോയി അയോനിയോസ് എന്നുമാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. നിത്യജീവൻ വളരെ വിലപ്പെട്ടതായ അതിപ്രധാനമായ ബൈബിളിൻ്റെ ഉള്ളടക്കം അതുതന്നെയാണ്. ക്രിസ്തുവേശുവിൽ വിശ്വസിക്കപ്പെട്ടവർക്ക് ലഭിക്കുവാനുള്ള അമൂല്യനിധിയാണ് നിത്യജീവൻ. ദൈവത്തിൽ നിന്നുള്ള വേർപാട് നിത്യമരണവും ദൈവത്തോടുള്ള കൂട്ടായ്മ നിത്യജീവനും ആവുന്നു. തിരുവെഴുത്തിൽ നിത്യജീവനെ പറ്റി പറയുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 30-ൽ നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ക്രിസ്തുവിന് സാക്ഷ്യമായി തിരുവെഴുത്തുകളിൽ നിത്യജീവനെക്കുറിച്ച് പ്രതിപാദ്യം ചെയ്യുന്നു എന്നുള്ളതാണ്. സ്തോത്രം. എന്താണ് നിത്യജീവൻ? യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 3-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ച യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെയാണ് നിത്യജീവൻ. അതുകൊണ്ട് യേശുക്രിസ്തുവിനെയും ഏകസത്യ ദൈവത്തെയും കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ. അതുകൊണ്ട് അറിവ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെ ആണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവിനെക്കുറിച്ചോ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ പുത്രനെക്കുറിച്ചോ ആരും അറിയുന്നില്ല. സ്തോത്രം. അതുകൊണ്ട് ശരിയായ ഒരറിവ് പുത്രനെക്കുറിച്ചും പിതാവിനെക്കുറിച്ചും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഏക സത്യ ദൈവമായ നിന്നെയും, ഇപ്പോൾ ഏക സത്യ ദൈവം എന്നുള്ളതായ ഒരു വിഷയം വളരെ പ്രധാനമർഹിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. ആവർത്തന പുസ്തകം 6-ാം അധ്യായം 4 സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം യഹോവ ഏകൻ തന്നെ എന്ന് കാണുന്നു. മർക്കോസ് സുവിശേഷം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 20, 9, 30 വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും നമുക്ക് കാണുന്നു. സ്തോത്രം. എല്ലാറ്റിനും മുഖ്യ കൽപ്പന ദൈവമായ കർത്താവ്, ഏക കർത്താവ് എന്നുള്ളതാണ്. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 19-ൽ നാം വായിക്കുന്നു, ദൈവമേകനും നീ വിശ്വസിക്കുന്നുവോ, ഭൂതങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. 1 തീമോഥെയോസ് 1:17, എഫെസ്യർ 4 മുതലും 1 യോഹന്നാൻ 5:20 ഒക്കെയും നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം നമുക്കവിടെ ഏകസത്യ ദൈവത്തെക്കുറിച്ച് കാണുവാൻ കഴിയും. സ്തോത്രം. ക്രമലേഖനത്തിലൊക്കെ എന്ന് വായിക്കുന്നത് ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം. പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ പ്രവാചകന്മാർ രേഖപ്പെടുത്തുന്നു ദൈവമോ ഒരുവൻ മാത്രം. സ്തോത്രം. അപ്പോൾ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. മത്തായി സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നിത്യജീവനെ പ്രാപിപ്പാൻ എന്തു നന്മ ചെയ്യണമെന്ന് സ്തോത്രം ചോദിക്കുന്നതായി കാണും. അവിടെ പറയുന്നു, ഒന്ന് കൽപ്പനകളെ പ്രമാണിക്കുക. എന്നിട്ട് പറഞ്ഞു, കൽപ്പനകൾ ഏവ എന്ന് ചോദിച്ചപ്പോൾ സ്തോത്രം, കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷണം ചെയ്യരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക എന്ന കൽപ്പനകളിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയരെ,
ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് സ്തോത്രം നാം പ്രാപിക്കണം. അപ്പം നിത്യജീവനെ പ്രാപിക്കുവാൻ നാം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുക എന്നുള്ളതാണ് സ്തോത്രം. അപ്പോൾ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുക എന്നത് സ്തോത്രം ആത്യന്തികമായ അടിസ്ഥാനമായ ഒന്നാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും. ഇതിൽ ന്യായപ്രമാണം മുഴുവനും അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് സ്തോത്രം. അപ്പോൾ ദൈവവചനത്തിലൂടെ നാം ചിന്തിക്കുമ്പോൾ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ പ്രാപിക്കണമെന്നുള്ളതാണ്. ഏകസത്യത്തെ ദൈവത്തെ വെളിപ്പെടുത്തുന്ന പ്രപഞ്ചത്തിലൂടെ ഒരു യൂണിവേഴ്സൽ സ്റ്റഡി എന്നുള്ളതായ കാര്യം വിത്തിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. സ്തോത്രം. യോബിൻ്റെ പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7 മുതൽ നമ്മൾ വായിക്കുമ്പോൾ മൃഗങ്ങളോട് ചോദിക്കുക, പക്ഷികളോട് ചോദിക്കുക, എന്നൊക്കെയും ഭൂമിയോട് സംഭാഷിക്കുക, ഇങ്ങനെ തുടങ്ങി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രപഞ്ചത്തെ വിസ്തരിച്ചുകൊണ്ട് അതിലൂടെ ദൈവത്തിൻ്റെ ആലോചന പ്രാപിക്കുക എന്നുള്ളതാണ് അടിസ്ഥാനമായ ഒരു കാര്യം. അതിൽ ദൈവത്തിൻ്റെ മർമ്മങ്ങൾ അടക്കി വച്ചിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ തങ്ങളെ മറ്റുള്ളവരെ വെളിപ്പെടുത്തുവാൻ ദൈവം ധാരാളം ഉപമകളിലൂടെ സംസാരിച്ചു എന്നുള്ളതാണ്. വിത്തിൽ അനേക ഉപദേശ സത്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ആ സത്യങ്ങളെ നമ്മൾ തിരിച്ചറിയുവാൻ നമുക്ക് കൃപ ലഭിക്കണം. സ്തോത്രം. അതുകൊണ്ടാണ് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാതെ പിതാവിനെക്കുറിച്ചോ പിതാവ് വെളിപ്പെടുത്തി കൊടുക്കാതെ പുത്രനെക്കുറിച്ചോ ആരും അറിയുന്നില്ല. അപ്പോൾ വ്യക്തിപരമായ ഒരു വെളിപ്പെടുത്തൽ സ്തോത്രം ഇതിലുണ്ട് എന്നുള്ള കാര്യം നാം മറക്കരുത്. ദൈവസന്നിധിയിൽ ഒരു ശിശുവെന്ന പോലെ സ്തോത്രം അവനായിരിക്കുന്നുവെങ്കിൽ ദൈവം അവൻ്റെ മഹത്വത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. അതുകൊണ്ട് വിത്തിൽ അടക്കം ചെയ്തിരിക്കുന്ന ഉപദേശം, ഗുണീകരണ, നീതിയിലെ അഭ്യാസം, ഇങ്ങനെ തുടങ്ങിയുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളും അതിലടക്കം ചെയ്തിരിക്കുന്നു. അതിലെന്തെല്ലാം വിഷയങ്ങളാണ് അടക്കം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് പിന്നീടായി ചിന്തിക്കാം ഓരോന്നായിട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിത്ത് എന്നുള്ളതായ കാര്യത്തെ അല്പമായി ഒന്ന് സൂചിപ്പിച്ചു വെച്ചു. എന്നാൽ ഇന്ന് ഏകസത്യ ദൈവത്തെ തിരിച്ചറിയുന്നത് നാം വിത്തിലൂടെ നമുക്ക് ആ വെളിപ്പാട് നൽകപ്പെടുത്തിയിരിക്കുന്നു. ദൈവവചനത്തിൽ വായിക്കുന്ന ലൂക്കോസ് സുവിശേഷത്തിൽ വിത്ത് ദൈവവചനം. അപ്പോൾ വിത്ത് എന്നത് ദൈവവചനം എന്നാണ് നമ്മൾ കാണുന്നത്. സ്തോത്രം. അപ്പോൾ വിത്തിൻ്റെ പൊരുളോ വിത്ത് ദൈവവചനം. യോഹന്നാൻ സുവിശേഷം നമ്മൾ 1-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനം എന്നത് വിത്ത്. സ്തോത്രം. അപ്പോൾ വചനത്തെ വിത്തിനോട് അല്ലെ ക്രിസ്തുവിനോട് ഉപമാനം ചെയ്തതിന് സ്തോത്രം വിവിധ കാര്യങ്ങളുണ്ട്. സ്തോത്രം. ഏകസത്യ ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ പ്രപഞ്ചത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനകൾ നമുക്ക് പ്രാപിക്കേണ്ടതുണ്ട്. പ്രവചനം നമ്മൾ 19-ാം അധ്യായത്തിലൊക്കെ നമ്മൾ 11-ൽ വായിക്കുന്നു. സ്തോത്രം. ആ വാക്യം ഇങ്ങനെയാണ്. സ്തോത്രം. ഭൂമി ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്തോത്രം. അപ്പോൾ ഭൂമി ദൈവത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞിരിക്കയാൽ എന്നാണ്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൻ്റെ 19-20 നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ അദൃശ്യലക്ഷണങ്ങൾ, ദൈവത്തിൻ്റെ ജ്ഞാനം, ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും സ്തോത്രം ദൈവം ഈ പ്രപഞ്ചത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. അത് ലളിതമാക്കുവാൻ, മനസ്സിലാക്കുവാൻ ദൈവം സ്തോത്രം ഇതിനെ അതിലൂടെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. ഒന്ന് വിത്ത് ദൈവവചനം. സ്തോത്രം. അതുകൊണ്ട് വിത്തിൽ
സ്തോത്രം, ഒരു വിത്തിൽ സ്തോത്രം ഒരു സസ്യം ഉണ്ട് എന്നുള്ളതാണ്. തെങ്ങിൽ ഒരു തേങ്ങയുള്ളതുപോലെ ആ തേങ്ങയിൽ ഒരു വിത്ത് ഒളിച്ചിരിക്കുന്നു. കുറച്ച് ദിവസം അത് വയ്ക്കുമ്പോൾ, അത് സ്തോത്രം കിളിർക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയ സസ്യം രൂപാന്തരപ്പെടുമ്പോൾ ആ വിത്തിൽ നിന്ന് പുതിയ സസ്യം വെളിപ്പെടുന്നു. സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞ, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ച് അറിയുക. അപ്പോൾ പിതാവിൽ പുത്രനുണ്ട്, പുത്രനിൽ പിതാവുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് പുത്രനുള്ളവനോ പിതാവ് ഉണ്ട് എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഏകസത്യ ദൈവത്തെക്കുറിച്ചുള്ള പ്രപഞ്ചത്തിലൂടെ വിത്തിലൂടെ നമ്മളെ വെളിപ്പെടുത്തുമ്പോൾ, ഏതായിരുന്നാലും ഒരു വിത്ത് നമ്മൾ നടുമ്പോൾ അതിൽ നിന്ന് ഒരു സ്തോത്രം സസ്യം മുളച്ചു വരുന്നതായി കാണാം. അപ്പോൾ ആ വിത്തിനകത്ത് ഇത് അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തേങ്ങയ്ക്ക് 3 കണ്ണുണ്ട്, അത് എന്നതുപോലെയുള്ളതായ വിഷയമല്ല ഇത്. സ്തോത്രം. എന്നാൽ ദൈവവചനം പറയുന്നു, വിത്ത് ദൈവവചനമാണ്, വചനം ക്രിസ്തുവാണ്. വചനം ജഡമായി തീർന്ന വെളിപ്പാട് പുസ്തകത്തിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഈ വിത്തിൽ സ്തോത്രം ഏകനായ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു. സ്തോത്രം. അബ്രഹാമിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്തോത്രം മൽക്കീസദേക്ക് എന്നുള്ളതായിരിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണുവാൻ. സ്തോത്രം. അബ്രഹാം സ്തോത്രം യുദ്ധം ചെയ്ത് ജയിച്ച് വരുമ്പോൾ ഈ മൽക്കീസദേക്കിന് ദശാംശം കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു. എന്നാൽ നമുക്ക് ആ പുരോഹിതനായി വെളിപ്പെട്ടതായിരിക്കുന്ന, ആ ഗോത്രത്തിൽ പെടാത്തതായ, ഈ ശുശ്രൂഷ അവകാശപ്പെടാത്തൊരു വ്യക്തിയിൽ ദശാംശം കൊടുക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, അബ്രഹാം അദ്ദേഹത്തിന് സ്തോത്രം ഈ ദശാംശം കൊടുക്കുമ്പോൾ അവൻ്റെ കടിപ്രദേശത്ത് ലേവി ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അബ്രഹാമിൽ ഈ ലേവി സ്തോത്രം മറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. പ്രിയരെ, അതുകൊണ്ട് അബ്രഹാമിൽ സ്തോത്രം ലേവി ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതുകൊണ്ട് പിതാവ് ഈ പുത്രനിരിക്കുന്നത് പോലെ പുത്രനിൽ പിതാവും ഇരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാനും പിതാവും ഒന്ന് തന്നെയാണ്. സ്തോത്രം. അതുകൊണ്ട് നമുക്ക് ഈ വലിയ സത്യം നാം മനസ്സിലാക്കാതെ പോകരുത്. അതുകൊണ്ട് ദൈവമോ ഒരുവൻ മാത്രം. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെ അറിയുന്നതും തന്നെയാണ് നിത്യജീവൻ. യഥാർത്ഥമായി ക്രിസ്തു ആരെന്ന് നാം അറിയുക എന്നതാണ് വിലയേറിയതായ കാര്യം. അപ്പോൾ ക്രിസ്തുവിനെ ശരിയായി ഏകസത്യ ദൈവത്തെ പൂർണ്ണമായും തിരിച്ചറിയുമ്പോഴാണ് വാസ്തവമായി നമുക്ക് നിത്യജീവൻ ലഭിക്കുന്നത് എന്നുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അതുകൊണ്ട് ചോദിച്ചു, നിത്യജീവനെ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് നമ്മൾ കണ്ടു. കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏകസത്യ ദൈവത്തെ അറിയുക, ആ ദൈവത്തെ സ്തോത്രം അറിഞ്ഞത് മാത്രമല്ല, മറ്റുള്ളവരോട് നാം എങ്ങനെ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ അവരോട് ദൈവിക പ്രമാണത്തിലൂടെ പ്രവർത്തിക്കണമെന്നുള്ളതായ ഒരു സന്ദേശവും കൂടെ അതിനകത്ത് എഴുതിയിരിക്കുന്നു. മൂന്നാമതായി മത്തായി സുവിശേഷം അതിൻ്റെ 19-ാം അധ്യായത്തിൻ്റെ 29 വായിക്കുമ്പോൾ, അവൻ്റെ നാമനിമിത്തം സ്തോത്രം അവൻ്റെ നാമനിമിത്തം വീടോ സഹോദരങ്ങളോ സഹോദരിയോ അപ്പനമ്മയോ മക്കളോ വിട്ടുകളഞ്ഞാൽ സ്തോത്രം അവനെ ഭൂമിയിൽ 100 ഇരട്ടിയായി നിത്യജീവനും അവകാശമാക്കുമെന്ന്. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ചോദിച്ചു, എല്ലാം വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. പത്രോസ് ചോദിക്കുന്ന ഒരു കാര്യമാണ്. കർത്താവ് പറഞ്ഞത്,
സ്തോത്രം. അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ സകലതും വിട്ട് അനുഗമിച്ചിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? കർത്താവ് പറഞ്ഞ എൻ്റെ നാമനിമിത്തവും അല്ലെങ്കിൽ എൻ്റെ സുവിശേഷ നിമിത്തം നിങ്ങൾ ഇത് വിട്ടുകളഞ്ഞാൽ, വീടോ സഹോദരങ്ങളോ സഹോദരിയോ അപ്പനമ്മമാരോ നിലങ്ങളോ ഇതെല്ലാം വിട്ടുകളഞ്ഞാൽ നിങ്ങൾക്കതിന് പ്രതിഫലം ലഭിക്കും. അതുപോലെ നിത്യജീവനും നിങ്ങൾ അവകാശമാക്കും എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിനു വേണ്ടി, കർത്താവായ ദൈവത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി നാം നിലനിൽക്കുന്നു എങ്കിൽ, ഏകസത്യ ദൈവത്തെ തിരിച്ചറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിൽ ഏകസത്യ ദൈവത്തെ കണ്ടെത്തി നമ്മൾ ആ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോൾ, സ്തോത്രം, നമ്മൾ നിത്യജീവനെ പ്രാപിക്കുകയും കൂടെ ചെയ്യുകയാണ് എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 32 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം. അതിൻ്റെ ആ നിത്യരാജ്യത്തിലേക്ക്, അല്ലെങ്കിൽ നിത്യരാജ്യത്തിൽ നിത്യജീവൻ പ്രാപിച്ച് നമ്മളവിടെ നിത്യതയിൽ വസിക്കുവാൻ ഉള്ള ദൈവീക കൽപ്പനകളുടെ സന്ദേശത്തിൻ്റെ പടികളാണ് കർത്താവായ യേശുക്രിസ്തു അവിടെ പറഞ്ഞിരുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ, കാലങ്ങൾ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന, സ്തോത്രം, ആ വലിയ കൽപ്പനകൾ നമ്മൾ ക്രിസ്തുവിലൂടെ നിവർത്തിക്കപ്പെടുമ്പോഴാണ് വാസ്തവമായും നാം നിത്യ ജീവനെ പ്രാപിക്കുന്നത്. സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 20: എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് എഴുതിയിരിക്കുന്നു. ഏകജാതനായ പുത്രനെ വിശ്വസിച്ചാൽ അവന് നിത്യജീവനുണ്ട്. പുത്രനെ അയച്ചവനെ വിശ്വസിച്ചാൽ നിത്യജീവനുണ്ട് എന്ന് സ്തോത്രം പറയുകയാണ്. എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നും സ്തോത്രം. നമ്മൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 36, 15, 16 വാക്യങ്ങളൊക്കെയും വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, വിശ്വസിക്കാത്തവന് നിത്യജീവനില്ല എന്നുള്ളതാണ്. രാജ്യത്തിൽ പ്രവേശിക്കുവാൻ വിശ്വാസം ആവശ്യമാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം ആവശ്യമാണ്. സ്തോത്രം. അതുകൊണ്ട് ലോകത്തെ രക്ഷിക്കുവാൻ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതെന്ന് പുത്രനെ നൽകിക്കൊണ്ട് ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നുള്ളതാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കണമെന്ന് സ്തോത്രം ഹല്ലേലൂയ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിത്യജീവൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് ഏകസത്യ ദൈവമായ നിന്നെയും, സ്തോത്രം, നീ അയച്ച യേശുക്രിസ്തുവിനെയും ശരിയായി നാം അറിയുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുക, പുത്രനെ അയച്ചവനിൽ വിശ്വസിക്കുക. സ്തോത്രം. അതുകൊണ്ടാണ് പറഞ്ഞത്, പുത്രനുള്ളവന് പിതാവുമുണ്ട്, ഞാനും പിതാവും ഒന്നാണ്. ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. സ്തോത്രം. അതുകൊണ്ട് ആ ജീവനിലേക്ക് നമുക്ക് കടക്കേണ്ടതുണ്ട്. നമുക്ക് യോഹന്നാൻ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായത്തിൻ്റെ 28-30 നമ്മൾ വായിക്കുമ്പോൾ, സ്തോത്രം, നമുക്ക് അവിടെ കാണുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനുമാകുന്നത്. സ്തോത്രം. അതുകൊണ്ട് ദൈവത്തെ വാസ്തവമായി നാം ഏകസത്യ ദൈവത്തെ അറിയുക എന്നുള്ളതാണ്. സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 38-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ പടിയാണ്. സ്തോത്രം. കർത്താവായ ദൈവം യേശുക്രിസ്തു അപ്പോസ്തലനായ പത്രോസിനെ ഏൽപ്പിച്ചു സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ. അതിങ്ങനെയായിരുന്നു വായിക്കുന്നത്: യോവേൽ പ്രവാചകൻ പറഞ്ഞതുപോലെ സർവ്വജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. അവരിൽ ആത്മാവ് വന്നപ്പോൾ, സ്തോത്രം, 2-ാം അധ്യായം 38-ാം വാക്യം വായിക്കുന്നു. ഇങ്ങനെയാണ്: നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ. അതുകൊണ്ട് മാനസാന്തരപ്പെടണം, പാപങ്ങളുടെ മോചനം ലഭിക്കണം. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കും. അപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കും. ഈ ആത്മാവ് ലഭിച്ചവരത്രേ ഈ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്, നിത്യജീവനിൽ കടക്കുന്നത്.
ഈ നിത്യജീവനിൽ കടക്കുവാൻ നമുക്ക് ഏകസത്യ ദൈവത്തെ അറിഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ് യേശുക്രിസ്തുവിനെ പരിജ്ഞാനത്തിൽ ധരിച്ച് മുന്നോട്ട് പോകുവാൻ കൃപാലുവായ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. യേശുവേ നന്ദി, നന്ദി, നന്ദി.